പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 29 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, നേരം വെളുത്തിട്ട് ഈ ഡെയിലി ബ്രെഡിലൊന്ന് കൂടി കർത്താവിന് മുമ്പിൽ സങ്കടം പറഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കാതിരിക്കത്തില്ലെന്ന് പ്രത്യാശയോടെ പുലരിയെ സമീപിച്ചവരുണ്ട്. ഈശോയെ, അവരെ ഞാൻ ഈ നിമിഷം ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്ന് ചില ആൾക്കാരുമായിട്ട് കണ്ടുമുട്ടി അഭിമുഖം സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പോകുന്നവരെ, അവരെ ഞാൻ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഇന്ന് പണസംബന്ധമായ ചർച്ചകൾക്ക് പോകുന്നവരുണ്ട്. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തമ്മിൽ പറഞ്ഞ് യോജിച്ച് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കാൻ വേണ്ട തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. നിങ്ങളെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ആശീർവദിക്കട്ടെ, നിങ്ങളെ ആശീർവദിക്കട്ടെ.
കർത്താവ് ആശുപത്രിയിൽ പോകുന്നവരുണ്ട്, അവിടെ രോഗം കണ്ടുപിടിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. രോഗം കണ്ടുപിടിച്ചാൽ ആ കണ്ടുപിടുത്തത്തിനെ കിള്ളിയെടുത്തതുപോലെ ആ രോഗം നിൽക്കാൻ പറ്റിയ മരുന്നുകൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരെ കർത്താവ് ആശീർവദിക്കും. നിങ്ങൾ കണ്ടുമുട്ടുന്ന ഡോക്ടർമാരെ കർത്താവ് ആശീർവദിക്കട്ടെ. ഇന്ന് ഓപ്പറേഷൻ പോകുന്നവരുണ്ട്, ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്. നിങ്ങൾ എന്തിന് കാര്യത്തിൽ ആശുപത്രിയിൽ പോയാലും പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധയുടെ കൈകളിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ സംഭവം എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ഓർത്താണ്. ഫാദർ ജോസഫ് തുരുത്തുമാലി ഞങ്ങളുടെ ഫിലോസഫി സെക്ഷൻ ഡയറക്ടറായിരുന്നു. നല്ല ആൾക്കാരോട് നല്ല പാകതയോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നയാളൊക്കെയാണ്. അപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ ഈ തിരുത്തുമാലി അച്ഛനെയാണ് ആദ്യം പോയി കാണുന്നത്. അപ്പം അത്രയും മുഴുത്ത പൊക്കമുള്ള അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം വളരെ സിമ്പിളാണ്. ഞങ്ങളുടെ ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടിലൊക്കെ അദ്ദേഹം ഒരുമിച്ച് കളിക്കാനൊക്കെ വരും, അതിനുശേഷം സംസാരിക്കും. അങ്ങനെ ഒന്ന് റിസർവ്ഡ് അല്ല ആൾ, റിസർവ്ഡ് അല്ല. ഈ റിസർവേഷനും നമ്മുടെ കൃപയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഞാനിത് പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് നമ്മളെ വിളിപ്പിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ബ്രദർ എന്താണ് താമസം എന്നൊക്കെ ചോദിക്കാൻ വിളിപ്പിക്കും. അത് എന്നെ മാത്രമല്ല, എല്ലാവരെയും വിളിപ്പിക്കും. ഈ അജ്ജര കഴിഞ്ഞ പുറത്തേക്ക് ഒരു ഔട്ടിങ്ങൊക്കെ ഉണ്ടല്ലോ വ്യാഴാഴ്ച. അപ്പോൾ നമ്മൾ 6 മണിക്ക് എവിടെ പോയാലും സെമിനാരി തിരിച്ചു വരണം. വന്നില്ലെങ്കിൽ പുള്ളിക്കാരൻ നമ്മളെ 5 മിനിറ്റ് താമസിച്ച വിളിപ്പിക്കും. വിളിപ്പിച്ചിട്ട് പുള്ളി അദ്ദേഹം നമ്മൾ പറയണത്, ഒന്ന് നിങ്ങൾ താമസിച്ചു എന്നുള്ളത് ഒരു തെറ്റ്, രണ്ടാമത്തത് നിങ്ങൾ പഠിക്കാൻ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് രണ്ടാമത്തെ തെറ്റ്, പിന്നെ പ്രാർത്ഥനയ്ക്ക് താമസിച്ച് പിന്നെ സ്റ്റഡി ഹാളിൽ താമസിക്കും. അപ്പോൾ ഇങ്ങനെ പുള്ളി വിഷയത്തെ അനലൈസ് ചെയ്യുന്ന രീതി അതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് താമസമാണെങ്കിലും അതിൽ നിന്ന് പുള്ളി 2-3 തെറ്റ് നമ്മളെ കാണിക്കും. ആ സംഭവമൊക്കെ ശരിയായിരിക്കും. നമ്മളിതെല്ലാം അംഗീകരിച്ചും ഇനി അത് റിപ്പീറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടുന്ന് പോരും. എന്ന് പറഞ്ഞാൽ പുള്ളി അതിൻ്റെ വലിയ ആക്ഷനൊന്നും എടുക്കത്തില്ല. പുള്ളി അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കി തരും, ഇറ്റ്സ് ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും മുഷ്ണു പോലും സംസാരിക്കത്തില്ല, മുഖമൊക്കെ ഒന്നും കറുത്ത് സംസാരിക്കത്തില്ല. ഇങ്ങനെ പറയുമ്പോൾ അത് ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാം കൂടി ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ ആരെങ്കിലും ബ്രദർമാരെങ്കിലും തെറ്റ് കാണുകയുണ്ടെങ്കിൽ ഞങ്ങളെ ഈ തിരുത്തുമാരി അച്ഛൻ്റെ സ്റ്റൈലനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് 1 തെറ്റ് 5 തെറ്റ് 6 തെറ്റ് എന്നൊക്കെ പറഞ്ഞു പറയും. അവിടെ ഒരു രസമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ തിരുത്തുമാരി അച്ഛനെ മുറി ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഭയങ്കര മനോഹരമായ ഒരു മെഴുകുതിരി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛന് ആര് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ്. അതേ പൊക്കമുള്ള ഇത്രയുള്ള പൊക്കേ ഉള്ളു, നല്ല വീതിയുള്ള മെഴുകുതിരി. അതിങ്ങനെ നമ്മൾ പുട്ടിരിക്കണ പോലെ ഇരിക്കും, ഇത്തിരി വലിയ അരിപ്പുട്ടിരിക്കണ പോലെ ഇരിക്കും. അല്ലാതെ ഇങ്ങനെ മെഴുക് പോലെ ഇങ്ങനെ ഫിനിഷിങ് അല്ല. എന്നിട്ട് ഇതിന്മേൽ മുഴുവനും നല്ല ഭംഗിയുള്ള മുത്തുകൾ ഒട്ടിച്ചിരിക്കുക, പല കളറുള്ള. അപ്പോൾ ഒരു 2 കൊല്ലം ഞാൻ അച്ഛൻ്റെ മുറിയിൽ പല പ്രാവശ്യം ചെന്നപ്പോഴും ഈ മെഴുകുതിരി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാൻ അവസാനം ഇതിനെക്കുറിച്ചൊരു കവിത എഴുതി, മോഹനം മെഴുകുതിരി എന്ന് പറഞ്ഞ കവിത എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിക്കാൻ പറ്റത്തില്ല, ജന്മം ചെയ്താൽ കത്തിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഈ മുത്തെല്ലാം ഉരുകിപ്പോവും. അപ്പം മെഴുകുതിരിയുടെ ലക്ഷ്യം കത്തി വെളിച്ചം പകരുകയാണെങ്കിലും ഈ ജന്മസാഫല്യം ഈ മെഴുകുതിരിക്കില്ല. കാര്യം എന്താണ്? മൊത്തം മുത്ത. ഇത് എന്നെ അന്നും പോലെ ചിന്തിപ്പിക്കുന്നതാണ് ശരിക്കും. എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുത്തുകൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉരുകാൻ കത്താനും ഒക്കെ റിസർവ്ഡ് ആവും. കത്താതെ അത് അവസാനം വരെ അങ്ങനെ ഇരിക്കും. മുത്തുകളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാറ്റസൊക്കെ നമ്മുടെ മുത്തുകളാണ്.
പ്രാർത്ഥന ചൊല്ലാൻ നേരത്ത് അമ്മമാരും മക്കളെ വിളിക്കത്തില്ലേ? അപ്പോൾ അവർ വല്ല ഡിഗ്രിക്കാരുമാണെങ്കിൽ, അല്ലെങ്കിൽ അവർ വല്ല കൂടിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെങ്കിൽ അവർ ചില സമയത്ത് ചില ആൾക്കാർക്ക് പഠനം കൂടി കഴിയുമ്പോൾ പ്രാർത്ഥന കുറയും, ഒത്തുകൂടുമ്പോൾ അവർ ഭക്തി കുറയും. അതാണ് എൻ്റെ സംഭവം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് സ്റ്റാറ്റസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കത്തില്ല. ഇപ്പോൾ തന്നെ പണ്ട് ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തിയോ അല്ലേ, അപ്പോൾ സേവനവാരം ഉണ്ടാകും. ഇപ്പോൾ സേവനവാരം ഉണ്ടാകുമ്പോൾ അധ്യാപകരൊക്കെ നല്ല ശരിക്ക് എല്ലായിടത്തും അങ്ങനെയല്ലേടാ, ചിലയിടത്തൊക്കെ അധ്യാപകരൊക്കെ നല്ല ആലൊക്കെ തേച്ച് മിടുക്കനും മിടുക്കിയായിട്ട് വരും. പക്ഷേ ഇവർ പിള്ളേരുടെ കൂടെ പിള്ളേരെ കൊണ്ട് ഇല പിറപ്പിക്കുകയും വാഴ വെപ്പിക്കുകയും അത് വേസ്റ്റ് എടുപ്പിക്കുകയൊക്കെ ചെയ്യും. ഇവർ നടക്കുകയുള്ളു, ഇവർക്ക് ഒരിക്കലും കുനിയത്തില്ല, കുനിഞ്ഞൊരു ഇല എടുക്കത്തില്ല. അവരിങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു മുത്താണ് ശരിക്കും പറഞ്ഞാൽ, കത്താത്ത മെഴുതിരികളാണ് ശരി എൻ്റെ ജന്മം. എൻ്റെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു കത്താത്തൊരു മെഴുതിരിയെ ഒരിക്കലും സൂക്ഷിച്ചിട്ടില്ല, മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. ഇപ്പം നമുക്കറിയാലോ, ഉടമ്പടി വർക്ക് ചെയ്യണത് മുഴുവനും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും പറയും നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവല്ല, കർത്താവിൻ്റെ കൃപയെന്ന് പറയും അല്ലേ. അപ്പം നോട്ട് ബൈ മെറിറ്റ്, പക്ഷേ ഈ കൃപയെന്ന് പറയണത് എന്താണ്? നമുക്ക് മെറിറ്റില്ല, നമുക്ക് മാർക്കില്ല. അപ്പോൾ ദൈവം എന്താണ് ചെയ്യണത്? അപ്പോൾ ദൈവം നിന്നേക്കാൾ മാർക്കും എക്സ്പീരിയൻസും ഉള്ളവനെ പുറത്ത് നിർത്തിയിട്ട് നിന്നെ വലിച്ചകത്ത് നിനക്ക് ജോലി തരണം. അപ്പോൾ അത് അനീതിയല്ലേ കാണിക്കണേ? അവിടെ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? കർത്താവ് തൻ്റെ സഹനങ്ങളിലൂടെ നേടിയെടുത്ത പിതാവിൻ്റെ പ്രസാദത്തിലെ നമ്മുടെ സഹനങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിനോട് സഹകരിക്കുകയും, അങ്ങനെയാണ് നമുക്ക് കൃപ കിട്ടുന്നത്. അല്ലാതെ നിങ്ങളാരും ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണയൊന്നും വേണ്ട. കൃപ ദൈവത്തിൻ്റെ കൃപ നിക്ഷേപത്തോടുള്ള നമ്മുടെ സഹകരണമാണ്. ഈ സഹകരണത്തിന് നമ്മൾ സഹായിക്കുന്നത് എന്താണ്? വിനയമാണ്. അതാണ് വചനം പറയണത്, ദൈവം വിനയമുള്ളവർക്ക് കൃപ കൊടുക്കുന്നു അല്ലേ. അതാ സംഭവം. 1 പത്രോസ് 5:5 ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയണത് നമ്മളുടെ അധ്വാനത്തിൽ നിന്നുണ്ടാകണമല്ല, ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. പക്ഷെ ദൈവം ആർക്കാണത് കൊടുക്കണത്? അഹങ്കാരികൾക്കല്ല, പിന്നെ ആർക്കാണ്? വിനയമുള്ളവർക്ക്. വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പൊസിഷനിൽ നിന്ന് താഴേക്ക് വരണം, ഏത് സമയത്തും വരണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.